ഇതാണ് ഞാനൊരു 10 വർഷം കൊണ്ട് വളർത്തുന്ന ഒരു കറിവേപ്പില മരം. 10 വർഷത്തിൻ്റെ അടുക്ക് 2-3 വട്ടം അത് ഉണങ്ങിപ്പോയിട്ടൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ അത് കട്ട് ചെയ്ത് വീണ്ടും വളർത്തിയതാണിത്. ഞാൻ ഇതിൽ നിന്ന് തന്നെയാണ് എനിക്ക് ആവശ്യത്തിനുള്ളത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിങ്ങനെ കട്ട് ചെയ്യുന്നതിനനുസരിച്ച് വേറെ ഇതളിങ്ങനെ വന്നുകൊണ്ടിരിക്കും. പണ്ടൊക്കെ പറയലുണ്ട് ഇതിങ്ങനെ പറിക്കരുത് എന്നൊക്കെ പറയലുണ്ട്. പിന്നെ അതാ ഇതുപോലെ വരുന്ന ഇതൊക്കെ ഞാനിങ്ങനെ പൊട്ടിച്ച് കളയും. അപ്പോൾ വീണ്ടും ഇതളുകൾ വരും. ഇങ്ങനെയാണ് ഇങ്ങനെ കുറേ തളപ്പ് വന്നേക്കുന്നത്. ഇതാവുമ്പോൾ നമുക്ക് മായമില്ലാത്ത കറിവേപ്പിലയൊക്കെ പറിക്കാമല്ലോ. ഇത് ഞാൻ വിത്തിട്ട് മുളപ്പിച്ചതോ തൈ വെച്ച് പിടിപ്പിച്ചതോ അല്ല. വർഷങ്ങൾക്ക് മുമ്പ് കടയിൽ നിന്ന് കൊണ്ടുവന്ന കറിവേപ്പില തണ്ടിൽ നിന്നും 2 എണ്ണം എടുത്ത് വേര് പിടിപ്പിച്ചു. അതിൽ 1 എണ്ണം കരിഞ്ഞുപോയി. കുറേ മുമ്പ് തന്നെ അത് നട്ടിട്ട് കുറച്ച് നാൾ, 1 വർഷമൊക്കെ കഴിയുമ്പോൾ തന്നെ കരിഞ്ഞു പോയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇതും കരിഞ്ഞതാണ്. ഇതൊരു 3 വട്ടം കരിഞ്ഞു പോയിട്ടുണ്ട്. വീണ്ടും ഞാൻ കട്ട് ചെയ്ത് അതിനെ ശുശ്രൂഷിച്ച് ഇതുപോലെ ആക്കിയെടുക്കും. ഇത് കരിഞ്ഞു പോകുമ്പോൾ വല്ലാത്തൊരു സങ്കടമായിരിക്കും. പിന്നെ അതേപോലെ മുള പൊട്ടി വരുന്നത് കാണുമ്പം എനിക്ക് ഭയങ്കര സന്തോഷമാവും. എനിക്കിത് ഇതേപോലെ നിറയെ ഇലകളായിട്ട് ഇരിക്കുന്നത് കാണാൻ ഭയങ്കര സന്തോഷമാണ്. ഞാനിതിലേക്ക് മീൻ കഴുകിയ വെള്ളവും ബീഫ് കഴുകിയ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കും. പിന്നെ ഇടയ്ക്ക് ചാണകമൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. ഇതുപോലൊരു പൊടിയും കൂടി ഇട്ട് കൊടുക്കും. ഇതെന്തോ കാൽസ്യം പൗഡറാണ്. കൂടെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കും. എവിടെയെങ്കിലും പോയി നിൽക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അയ്യോ വെള്ളം ഒഴിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള ടെൻഷനായിരിക്കും എനിക്ക്. അങ്ങനെയുള്ള സമയത്താണ് ഇത് കൂടുതലും കരിഞ്ഞു പോകാറുള്ളത്. ഇതൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് തണുപ്പ് കിട്ടും. അതിന് ക്ലേ ബോളാണ്.